കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാനിന്ന് പറയുന്നത് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരത്തെ കൊണേഷ് കുമാറിനെ പറ്റിയാണ്. ഞാനാ അപ്പൊ കഴിച്ച് ഒരു 1 year ബാക്ക് ഞാൻ കേരളക്കര മൊത്തം ഫേമസ് ആകുന്ന ഒരു കിട്ടിലെ കണ്ടന്റ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ബ്ലോഗർ സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിൽ ഇറങ്ങിയത്. അപ്പൊ കഴിച്ച് ഇതായിരുന്നു നമ്മുടെ കണ്ടന്റ്. ഇതിനെതിരെ നമ്മുടെ കൊണേഷ് കുമാർ എന്തോ പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നു? ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയും പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഇപ്പോഴാണ് ഞാനെന്ന് ഈക്വലായത്. നിന്റെ ലൈസൻസ് പോയി, എന്റെ ലൈസൻസ് പോയി. നിന്റെ ജോലി പോയി, പക്ഷെ എന്റെ ജോലി പോയില്ല. ഗണേഷ് കുമാറിന്റെ ആദ്യ ലൈസൻസ് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണെന്നും ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇത് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം ലൈസൻസ് സംഘടിപ്പിച്ചിരിക്കുന്നു. ലൈസൻസ് അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. അണ്ണന്റെ സത്യം എനിക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നു. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. അതുകൊണ്ട് ആ ലൈസൻസ് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് വാഹനം ഓടിക്കാനായിട്ട് ഇനി ലൈസൻസ് ഉണ്ടാവില്ല. ഇതിനൊരു തീരുമാനം വരും. ഇത്രയും വർഷങ്ങളായിട്ട് നാട്ടുകാരെ ഗവൺമെന്റിനെ പറ്റിച്ച ഗണേശിന് നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോകുന്നത്? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.